കൂടാതെ ഇനി ഓൺലൈനിൽ കാണുന്നതിലും കുറവ് നിരക്കിൽ എല്ലാ GCC രാജ്യങ്ങളിലേക്കും ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ നിന്നും ടിക്കറ്റ്സ് ലഭ്യമാണ്. പിന്നെ നമുക്ക് ഈ തീരദേശത്തെ കെടുതിയും വറുതിയും നമുക്ക് മാറ്റാതെ നമുക്കൊരിക്കലും മേനി നടിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ആയിരക്കണക്കിന് ഓലക്കുടിലുകളിൽ 10ഉം 12ഉം ഒരു കുടിലിൻ്റെ വിസ്തീർണം 450-500 സ്ക്വയർ ഫീറ്റാണ്. അതിൽ 10ഉം 12ഉം മനുഷ്യന്മാരാണ് ജീവിക്കുന്നത്. അതിൻ്റെ ചുമരോലയാണ്, മേൽക്കൂര ഓലയാണ്, തറ പൂഴിയാണ്. ഇങ്ങനെ ഒരു ദുരിത പർവം പേറി ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ പൊന്നാനി തീരദേശത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ ഈ പൊന്നാനിയിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയും എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയൊരു കാഴ്ചയും അതായിരുന്നു. അതുകൊണ്ട് ഈ തീരദേശത്തോട് എനിക്കൊരു പ്രത്യേക അനുഭാവമുണ്ട്. ആ മനുഷ്യരെ കൂടി, ഞാൻ ഇപ്പോൾ ഇവിടെ ഒറ്റ തീരദേശക്കാരനും ഇല്ല, ഞാൻ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ വല്ല കടപ്പുറത്തും പോയി പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇതൊരു യഥാർത്ഥത്തിൽ എന്നെ സ്പർശിച്ചൊരു കാര്യമായതുകൊണ്ടാണ്. അവർ ചിലപ്പോൾ ഇത് കേട്ടോളണമെന്നുമില്ല, അറിഞ്ഞോളണമെന്നുമില്ല. പക്ഷേ നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ വയ്യ. അത് അവരെ കൂടി നമുക്ക് അവരുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്തി അവരെയും നമ്മുടേതിനൊക്കെ സമാനമായോ നമുക്കൊപ്പമൊക്കെയുള്ള തരത്തിൽ സൗകര്യങ്ങൾക്കൊക്കെ ഉടമകളാക്കുമ്പോൾ മാത്രമാണ് പൊന്നാനി പൂർണ്ണമാവുക. അതിനുവേണ്ടി കൂടി നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ കടലാക്രമണമാണ്. ഓരോ കടലാക്രമണവും 5 മുതൽ 10 വരെ മീറ്റർ കടലെടുത്ത് കൊണ്ടുപോകാൻ കാരണമാവുകയാണ്. അപ്പോൾ ഒരു 25 കൊല്ലം കൊണ്ട് 25 × 10 250 മീറ്റർ, 1/4 കിലോമീറ്റർ കടലെടുത്തുകൊണ്ട് പോകും. 50 കൊല്ലം കൊണ്ട് 1/2 കിലോമീറ്റർ കടലെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെയുള്ള നമ്മളൊക്കെ ഏറിയാൽ നമുക്ക് കുട്ടിക്കാലവും വാർദ്ധക്യവും കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു 40-50 കൊല്ലമാണ്. ആ 50 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 1/2 കിലോമീറ്റർ കടലെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അടുത്ത തലമുറയുടെ കാലത്ത് അടുത്ത 1/2 കിലോമീറ്റർ, അങ്ങനെ ഇതിൻ്റെ വലിപ്പം നമുക്കങ്ങ് ബോധ്യമാവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ നിരന്തരം കടലെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം എന്നുള്ള നിലയിൽ നമ്മൾ ഈ ബജറ്റിൽ അതിനും ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ആളുകൾ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. പ്രഖ്യാപനത്തിൻ്റെ അർത്ഥവ്യാപ്തി പലർക്കും മനസ്സിലായിട്ടില്ല, ചിലർക്ക് മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പൊന്നാനി തീരദേശത്ത് കടൽ ഭിത്തി പണിയാൻ 3 കോടി രൂപ ടോക്കണായിട്ട് അനുവദിക്കുന്നു. ബാക്കി തുക നബാർഡ് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. പൊന്നാനിയിൽ കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെ കടൽ ഭിത്തി ഉണ്ടാക്കണമെങ്കിൽ, ചെല്ലാനം മോഡൽ ടെട്രോപാഡ് കടൽ ഭിത്തി ഉണ്ടാക്കണമെങ്കിൽ 600-700 കോടി രൂപ വേണം. ഈ പൈസയൊന്നും ബജറ്റിൽ അനുവദിച്ചിട്ട് കൽപ്പാന്ത കാലത്തോളം കടൽ ഭിത്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് സമാന്തര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അവിടെയാണ് നബാർഡ് പോലെ വിഴിഞ്ഞത്തിന് 3000 കോടി കടം കൊടുത്ത നബാർഡ്, ചെല്ലാനത്തിന് വേണ്ടി 750 കോടി കടം കൊടുത്ത നബാർഡ്, ആ നബാർഡിന് പൊന്നാനി തീരദേശത്തിനും 600-700 ഒക്കെ കടം കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് വാങ്ങിയെടുത്ത് കൊണ്ടുവരണം. അതിന് പരസ്യമായിട്ടതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന, അതിനെ നിയമവിധേയമാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സാധ്യതക്ക് സാധുതയിടുന്ന, അടിവരയിടുന്നൊരു പ്രഖ്യാപനം ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി നടത്തി. നബാർഡിൽ നിന്ന് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ സഹായം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെ ആധികാരികമാക്കുന്ന പ്രഖ്യാപനമാണ് ബാക്കി പണി. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.